നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി ദിനാചരണം പാലക്കാട് NSS താലൂക്ക് യൂണിയനിൽ നടന്നു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ സ്വാമികളുടെ ചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു. യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച സമാധി ദിനാചരണത്തിൽ അഡ്വക്കേറ്റ് KK മോഹൻദാസ് പാലാട്ട്, P സന്തോഷ് കുമാർ, V രാജമോഹനൻ, C കരുണാകരൻ ഉണ്ണി, R ബാബു സുരേഷ്, M വത്സകുമാർ, J ബേബി ശ്രീകല, സുധ വിജയകുമാർ, സുനിത ശിവദാസ്, ജയന്തി മധു, കരയോഗം ഭാരവാഹികളായ ഹരിദാസ് മച്ചിങ്കൽ, GK പിള്ള എന്നിവർ പ്രസംഗിച്ചു. ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ 102ാം സമാധി ദിനമാണ് ഇന്ന്. അത് പാലക്കാട് താലൂക്ക് NSS യൂണിയൻ വളരെ സമുചിതമായി ഇന്നിവിടെ ആചരിക്കുകയാണ്. 1853 തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ച 1924 കൊല്ലം പന്മനയിൽ സമാധി അടഞ്ഞ ശ്രീ ചട്ടമ്പി സ്വാമികളാണ്. കേരളത്തെ ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറിയപ്പോൾ ആ ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറുവാൻ ആ കേരളീയ നവോത്ഥാനത്തിന് ഏറ്റവും ശക്തി നൽകിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഒരു ആശ്രമം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാനോ അല്ല അദ്ദേഹം പ്രവർത്തിച്ചത്. നഗരഗ്രാമങ്ങളിൽ ഓരോ വീടുകളിലും കയറി ചെന്ന് മാനവ മൂല്യത്തെക്കുറിച്ചുള്ള അറിവുകൾ കൊടുത്ത് ജാതിക്കും മതത്തിനും അതീതമായി വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ സർവ്വ ഭാഷകളെക്കുറിച്ചും പരിജ്ഞാനമുള്ള, മനുഷ്യൻ്റെ മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളും സസ്യജാലങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള അവരുടെ ഭാഷ വശമുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തെക്കുറിച്ച് പറയുക കാവ്യ വസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസി വര്യൻ എന്നാണ് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിക്കുക. വേദം പഠിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ വേദാദി നിരൂപണം എന്ന പുസ്തകം, അതുപോലെ ക്രിസ്തുമത ചേതനം എന്ന പുസ്തകം, പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം, ഇതെല്ലാം ഇന്നും പഠന വിഷയമായി കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. ചട്ടമ്പി സ്വാമികളും നായർ സർവീസ് സൊസൈറ്റിയും തമ്മിലുള്ള വലിയൊരു ബന്ധം. അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനാണ് തീർത്ഥപാദർ സ്വാമികളാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ തുടക്കം മുട്ട അല്ലെങ്കിൽ പെരുന്ന ചങ്ങനാശ്ശേരി താലൂക്ക് നായർ സമാജത്തിൻ്റെ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ആ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും നിൽക്കില്ല, ഇത് കേരളമെമ്പാടും ഈ നാടെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയായും ഇതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ഈ സംഘടനയുടെ സഹോദര സ്ഥാപനങ്ങളാൽ നിറയപ്പെടും എന്ന ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളുടെ പ്രഥമ ശിഷ്യൻ. അങ്ങനെ ചട്ടമ്പി സ്വാമികളെ ആധ്യാത്മിക ആചാര്യനായി പൂജിക്കുന്ന ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ബന്ധം പലപ്പോഴും തർക്കത്തിന് ഇടയായിട്ടുണ്ടെങ്കിലും ശിഷ്യനെന്നും സമശീർഷനെന്നുമൊക്കെ സമകാലികനെന്നൊക്കെ പറയുമെങ്കിലും ചട്ടമ്പി സ്വാമികൾ മരിച്ചപ്പോൾ അല്ലെങ്കിൽ സമാധി അടഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ശ്ലോകം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചത്. അങ്ങനെ കേരളത്തിലെ നവോത്ഥാനത്തിന് ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുത്ത, ആശ്രമങ്ങൾ രൂപീകരിക്കാതെ സന്യാസ പ്രവർത്തനം നടത്തിയ ശ്രീ ചട്ടമ്പി സ്വാമികൾ ഇന്നും നമുക്കൊരു ശക്തിയായി, നമുക്കൊരു ഊർജമായി ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ സമാധി ദിനാചരണത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.